ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. കുമ്പളങ്ങ വെച്ച് നമുക്കൊന്നൊരു കറി ഉണ്ടാക്കിയാലോ? കുമ്പളങ്ങ പരിപ്പും ചേർത്ത് കറി വെക്കാറുണ്ട്, കുമ്പളങ്ങ തേങ്ങ അരച്ച് കറി വെക്കാറുണ്ട്. നമ്മൾ ഇന്നൊരു വെറൈറ്റി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചെറിയ പീസ് കുമ്പളങ്ങയും അര തക്കാളിയുമാണ് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത്. ഇവ രണ്ടും മുറിച്ച് ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കഷ്ണങ്ങളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളം. ഞാനിപ്പോൾ 1 കപ്പ് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അത്ര വെള്ളം ഒഴിക്കാം. അതിനുശേഷം ഇതൊന്ന് അടുപ്പത്ത് വേവാൻ വെക്കാം. അടച്ചു വെച്ച് വേവിച്ചാൽ പെട്ടെന്നാവും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി അടച്ചു വെച്ച ശേഷം നമുക്ക് കുറച്ച് പണികൾ കൂടി ചെയ്യാനുണ്ട്. ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് 4 വെളുത്തുള്ളിയും 4 ചെറിയുള്ളിയും ഇട്ട് ഒന്ന് വഴറ്റണം. ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങയിട്ട് ചുവക്കെ വറുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ക്ഷമയോടെ പതുക്കെ വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. തേങ്ങയെല്ലാം നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്താം. ആദ്യം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതിന്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കാം. ഇനി വേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ്. അതുകൂടിയിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കാം. എപ്പോഴും മസാലപ്പൊടികൾ ഇടുമ്പോൾ ഫ്ലെയിം ലോ ആക്കി വെക്കണം, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. മസാല കരിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, കയ്പ്പ് രസമായിരിക്കും ഉണ്ടാവുക. മസാലയുടെ പച്ചമണമെല്ലാം മാറുമ്പോൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത ശേഷം ഈ കൂട്ടൊന്ന് തണുക്കാൻ വെക്കുക. ഈ കൂട്ട് തണുത്ത ശേഷം നമുക്ക് ഒരു മിക്സി ജാറിലിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. മസാലക്കൂട്ട് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കറി എന്തായി എന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി കഷ്ണങ്ങളെല്ലാം വെന്ത് അടിപൊളിയായിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്താം. അരപ്പ് ചേർത്ത ശേഷം മിക്സി ജാർ ഒന്ന് കഴുകി അതിലെ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. കഷ്ണങ്ങളെല്ലാം അരപ്പിൽ കിടന്ന് യോജിച്ച് വരട്ടെ. ഇടയ്ക്ക് കറി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കറി നല്ലപോലെ തിളച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് അതിനെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. എണ്ണയെല്ലാം തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കുമ്പളങ്ങ കറി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കി വേണ്ടത് ചേർത്താം. എനിക്കിവിടെ ഇപ്പം എല്ലാം കറക്റ്റ് ആണ്. ഗ്രേവിയുടെ കൺസിസ്റ്റൻസി കണ്ടോ? ഇരിക്കുമ്പോൾ ഇനിയും അത് തിക്കാവും. എണ്ണയെല്ലാം തെളിഞ്ഞു കാണാം. കറി ഒന്ന് താളിക്കാൻ നമ്മൾ കുഞ്ഞി ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ നമുക്കൊരു 10 ചെറിയുള്ളി തിൻ സ്ലൈസായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് അതിനെ ചുവക്കെ വറുത്ത് നമുക്ക് കറിയിലേക്ക് കൊട്ടണം. കൂട്ടുകാരെ, ഈ കറി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം കറിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം കറി നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെക്കാം. ഗ്രേവിയുടെ തിക്നെസ് ഉണ്ടല്ലോ, ഇനിയും ഈ കറി ഒന്ന് കുറുകി വരാനുണ്ട്. കറി നല്ലപോലെ തണുത്തിട്ടുണ്ട്. ചാറൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നില്ലേ? അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്കിതിനെ ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കണം. മല്ലിയിലയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കാണുമ്പോഴേ അറിയുന്നില്ലേ അതിൻ്റെ ടേസ്റ്റ്? ഈ കറി ആപ്പത്തിനോടൊപ്പമോ ദോശയുടെ ഒപ്പമോ ചപ്പാത്തി, പൂരി, പൊറോട്ട, ചോറിനോടൊപ്പവും നല്ല കോമ്പിനേഷനാണ്. കുമ്പളങ്ങ കിട്ടുമ്പം ഇതുപോലൊരു കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻ്റായി അറിയിക്കണം. താങ്ക് യു.